കരുവഞ്ചാൽ ബാലപുരത്ത് ജലജീവൻ പദ്ധതിക്കായി കുഴിച്ച റോഡ് അപകടാവസ്ഥയിൽ. പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന ഉറപ്പിന്മേൽ കീറി മുറിച്ച റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ വാഗ്ദാനം 2 വർഷമായിട്ടും നടപ്പായില്ല. റോഡിൽ ഇരുചക്രവാഹന യാത്രികരുൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ബാലപുരം ഉടുമ്പും ചീത്ത റോഡ് വെട്ടിപ്പൊളിച്ചത് 2 വർഷം മുൻപ്. ജലജീവൻ പദ്ധതിക്കായി പൈപ്പിടാൻ റോഡ് നടുവിലൂടെ കീറി മുറിച്ചതാണ്. മണ്ണിട്ട് മൂടിയതല്ലാതെ പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. കുഴിക്കാൻ കാണിച്ച ആവേശം കുഴിയടച്ച് ടാർ ചെയ്യുന്നതിൽ ഉണ്ടായില്ല. റെയിൽപാളത്തിൽ മെറ്റലുകൾ നിരത്തിയ പോലെയാണ് റോഡിന്റെ സ്ഥിതി. കാൽനടയാത്ര പോലും ദുഷ്കരം. സാഹസികമായി വണ്ടിയോടിച്ചാൽ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന ഉറപ്പുമില്ല. ഇവിടെയുള്ള ജനങ്ങളെല്ലാം കുട്ടികളടക്കം വയട്ടുപറമ്പ് സ്കൂളിലേക്കും പള്ളിയിലേക്കും പോകുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും അതുപോലെ ബാക്കിയുള്ള ആളുകളെല്ലാം ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. പല പ്രാവശ്യമായി അധികൃതരോടും വാട്ടർ അതോറിറ്റിയിലും എല്ലാം പരാതിപ്പെട്ടിട്ടും ഈ റോഡിൻ്റെ ഈ ദയനീയാവസ്ഥയെ മാറ്റി എടുക്കാൻ അവരെ കൊണ്ട് ഇതുവരെയും സാധിച്ചില്ല. അവസാനം പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇതിലേക്ക് ഇപ്പോൾ 6 ലക്ഷം രൂപ വകയിരുത്തി. ആ വകയിരുത്തിയെങ്കിൽ കൂടി നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ എയുടെ അഭാവം, ഉദ്യോഗസ്ഥരുടെ അഭാവം മൂലം ഇപ്പോൾ ഈ വർക്കുകളൊന്നും ടെൻഡർ പോലും ടീസിന് കൂടെ അയക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. ഉള്ളത് ഉദയരിയിലുള്ള ചാർജുള്ള ആണ്. ആകെ 2 ദിവസമാണ് ചപ്പാരോട് പഞ്ചായത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് അവിടുത്തെ വർക്കുകളൊന്നും തന്നെ നടക്കില്ല. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ 10% വർക്ക് പോലും ചപ്പാരോട് പഞ്ചായത്തിൻ്റെ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. മഴക്കാലത്താണ് കൂടുതലും പ്രതിസന്ധി. മണ്ണും കല്ലും ഒലിച്ചിറങ്ങും, കുഴിയുടെ ആഴം കൂടും. ആശുപത്രിയിൽ പോകാൻ ഓട്ടോറിക്ഷകൾ പോലും വരാത്തത് നാട്ടുകാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടും ചെറുതല്ല. ഇതിൽ കൂടുതലും യാത്ര ചെയ്യുന്ന സ്ത്രീകളാണ്, സ്കൂട്ടിക്കാണ്. ഇവിടെ ടൈലിംഗ് ഷോപ്പുണ്ട്, കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മേടിക്കാൻ വേണ്ടി പോകുന്നത്. അവരിപ്പോൾ ഇതിലെ പോകാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ദയനീയാവസ്ഥയാണ് ഈ റോഡ്. പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം വീഴുകയൊക്കെ ചെയ്തതാണ് ഇവിടെ. കാരണം ഇപ്പം ആൾക്കാർ പോകണേ വായട്ടുമ്പോൾ കവലയിൽ കൂടി വേണം അങ്ങോട്ട് പോകണേ. അപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് അപ്പുറം കറങ്ങിയിട്ട് വേണം വായട്ടുമ്പോൾ പള്ളിയിൽ പോകണേലോ സ്കൂളിൽ പോകണേലോ എല്ലാത്തിനും പോകണേലോ. ഒരു കുട്ടികളെ കൊണ്ട് ഒരു ആശുപത്രി ഇപ്പോൾ നടക്കത്തില്ല. സ്കൂളിൽ പിന്നെ പോകുന്ന കുട്ടികളുണ്ട്. അവരെല്ലാം അമ്മമാർ നടത്തി ഇവിടെ കൊണ്ടുപോയാണ് വിടുന്നത്. ബാലപുരത്തത് അപ്പുറ സൈഡിലാണ് കൊണ്ടുവിടുന്നത്. ഇവിടുന്ന് ആശുപത്രി പോകാനുമൊക്കെ ഓട്ടോറിക്ഷയാണ് ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഒരു കാരണവശാലും ഓട്ടോറിക്ഷയൊന്നും ഈ വലിയ വരുന്നില്ല. ആശുപത്രിയിലൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിയുന്നതും വേഗം ഈ റോഡ് നന്നാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യമാണ്. 2 പ്രാവശ്യം വീണത് ഞാൻ കണ്ടിട്ടുണ്ട്. ആൾക്കാർ ഇവിടുന്ന് പോകുന്ന കൂട്ടത്തിൽ നമുക്ക് പേടിയാണ് ഇതിലൂടെ ബൈക്കിലൊക്കെ പോകാൻ. അപ്പോൾ പള്ളിയിലൊക്കെ പോകണമെങ്കിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി ഫണ്ട് വകയിരുത്തിയെങ്കിലും മറ്റു നടപടിക്രമങ്ങൾക്കും വേഗതയില്ല. ഉദ്യോഗസ്ഥ ക്ഷാമം മൂലമാണ് പ്രവൃത്തി വൈകുന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ന്യൂസ് ബ്യൂറോ, പാലക്കോട്.